ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം കഴിഞ്ഞ് ഹാജിമാർ നേരെ പോകുന്നത് മുസ്ദലിഫയിലേക്കാണ്. വെറും ദരിദ്രരെ പോലെ ആരുമില്ലാത്തവരായി ആ മണ്ണിൽ ഒന്നുമില്ലാത്തവനെ പോലെ അന്തിയുറങ്ങി കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കമായ മനസ്സുമായി നേരെ പോകുന്നത് ജംറയിലേക്കാണ്. ഹാജിമാർ ജംറയ്ക്ക് നേരെ കല്ലെറിയുകയാണ്. പിന്നീടങ്ങോട്ട് കത്തി നിൽക്കുന്ന സൂര്യന് കീഴെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മരുഭൂമിയിലെ തെരുവിലൂടെ അൽഹംദുലില്ലാഹ് അതിലേറെ വിങ്ങുന്ന മനസ്സുമായി ഒരൊഴുക്കാണ്. പ്രായത്തിൻ്റെയോ രോഗത്തിൻ്റെയോ അവസ്ഥകളൊന്നും ആർക്കും ഓർമ്മയില്ല. എല്ലാം തവക്കലാക്കി നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നടക്കുന്ന വഴിയിലുടനീളം ശരീരം തണുപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം പമ്പ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണിത്. കൂടായിരിക്കാൻ വേണ്ടി സൗദി ഗവൺമെൻറ് ചെയ്യുന്ന അമലുകളാണിതെല്ലാം. മാഷാ അല്ലാഹ്. നടക്കുന്ന വഴിയിൽ പല സ്ഥലത്തും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗുഹാമുഖത്ത് സംരക്ഷിച്ചവരുടെ പിൻഗാമികളാണ് ഈ കാണുന്നത്. മറ്റൊരു മനോഹരമായ കാഴ്ചയാണിത്. ഹാജിമാരെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ടാങ്കർ ലോറികളാണിത്. തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം ഇഷ്ടംപോലെ ടാങ്കർ ലോറികൾ ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണിത്. ധാരാളം വണ്ടികളുണ്ട്. മാഷാ അല്ലാഹ്. കൂടാതെ നടക്കുന്ന വഴിയിൽ ഹാജിമാരെ നിരീക്ഷിച്ചുകൊണ്ട് ഹെലികോപ്റ്ററുകളും റോന്ത് ചുറ്റുന്നുണ്ട്. ഒരാകാശ കാഴ്ചയാണിത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേരെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കഅബയിലേക്കാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് ഒത്തുകൂടുന്ന മറ്റൊരു സ്ഥലം ദുനിയാവിലുണ്ടാവില്ല. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ കഴിവ് അപാരം തന്നെ. ഇവിടെ ഒരിക്കലെങ്കിലും എത്താനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.